ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നമ്മിലെല്ലാം ഇരു ലോകത്തും രണ്ട് വീടുകളിലും അള്ളാഹു താല നമ്മിൽ ചൊരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഞാനിവിടെ വിശദീകരിക്കാൻ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ്. ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കെ, മദീനയിലുണ്ടായിരിക്കെ, മദീന പള്ളി വൃത്തിയാക്കാറുണ്ടായിരുന്ന, അവിടെ സേവനം ചെയ്യാറുണ്ടായിരുന്ന, ആ പള്ളി പരിപാലിച്ചു കൊണ്ടിരുന്ന ഒരു സഹോദരി അവർ മരണപ്പെടുകയുണ്ടായി. ഈ സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. ആ സഹോദരി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണവിവരം അറിഞ്ഞില്ല. അങ്ങനെ ആ സഹോദരിയുടെ ഖബറടക്കം രാത്രിയിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇമാം അഹ്മദ്, ഇമാം നസായി, ഇമാം ബൈഹഖി, ഇമാം ഹാക്കിം, ഇമാം ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയിട്ടുള്ള മുഹദ്ദിസുകൾ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഒരു വചനമാണത്. അൻ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖറജ്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ വറദനൽ ബഖീഅ ഇദ് ഹുവ ബിഖബറിൻ ജദീദ് ഫസഅല അൻഹു ഫഖീല ഫുലാന ഫഅറഫഹാ ഫഖാല അലാ ആദൻതുമൂനി ബിഹാ ഖാലൂ യാ റസൂലല്ലാഹ് കുന്ത ഖായിലൻ സ്വായിമൻ ഫകരിഹ്നാ അൻ നുഅ്ദീക. എന്താ പറയുന്നത് പ്രിയമുള്ളവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ബഖീഇലേക്ക് പുറപ്പെട്ടു. എന്താ ബഖീ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ? ബഖീ എന്ന് പറഞ്ഞാൽ എന്താ? മദീന പള്ളിയോട് ചേർന്നിട്ടുള്ള മക്ബറക്കാണ് ജന്നത്തുൽ ബഖീ എന്ന ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഹദീസിൽ വന്നിട്ടുള്ളത് ബഖീ എന്നും ബഖീഉൽ ഗർഖദ് എന്നുമാണ് അതിന് പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ബഖീയിലേക്ക് പ്രവാചകന്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോഴോ ഫലമ്മാ വറദനൽ ബഖീഅ ഇദ് ഹുവ ബിഖബറിൻ ജദീദ്, അപ്പോഴതാ ഒരു പുതിയ ഖബർ അവിടെ കാണുന്നു. ഫസഅല അൻഹു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിനെ സംബന്ധിച്ച് ചോദിച്ചു. ഫഖീല, അപ്പോ നബിയോട് പറഞ്ഞു. എന്താ പറയുന്നത്? ഫുലാന, അത് ഇന്ന സ്ത്രീയുടെ ഖബറാകുന്നു. ഫഅറഫഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീയെ മനസ്സിലാക്കി. ഫഖാല അലാ ആദൻതുമൂനി ബിഹാ, അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയിച്ചുകൂടായിരുന്നോ? ആ സഹോദരിയുടെ മരണവിവരം എന്നെ അറിയിച്ചുകൂടായിരുന്നു. ഖാലൂ യാ റസൂലല്ലാഹ്, അപ്പോൾ ആ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഒരുപക്ഷെ ഉറങ്ങുകയായിരിക്കും ആ രാത്രിയിൽ, അങ്ങ് നോമ്പുകാരനായിരുന്നുവല്ലോ, അതുകൊണ്ട് ക്ഷീണിച്ച് ബുദ്ധിമുട്ടി ഉറങ്ങിയ ഒരു സന്ദർഭത്തിൽ താങ്കളെ അറിയിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? ലാ തഫ്അലൂ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ലാ യമൂതന്ന ഫീകും മൈതുൻ മാ കുന്തു ബൈന അളുഹുരിക്കും ഇല്ലാ ആദൻതുമൂനി ബി, നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിരിക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ എന്നെ അറിയിക്കാതെ പോകരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ
ആ പ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടാൽ, ഒരു മുസ്ലിമായ ആൾ മരണപ്പെട്ടാൽ, ആ മരണവിവരം അത് രാത്രിയാവട്ടെ പകലാകട്ടെ അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയിക്കണം. എന്താണ് കാരണമെന്നോ? ഫഇന്ന സ്വലാത്തി അലൈഹി റഹ്മ, തീർച്ചയായും എൻ്റെ നമസ്കാരം, ഞാൻ ആ ജനാസക്ക് വേണ്ടി നിർവഹിക്കുന്ന നമസ്കാരം, അലൈഹി റഹ്മ, ആ മയ്യത്തിന് പ്രത്യേകം കരുണ വർഷിക്കുവാൻ, റഹ്മത്ത് ലഭ്യമാകുവാൻ നിമിത്തമായേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനെ പ്രവാചകനും കൂടെയുള്ള അനുയായികളുമൊക്കെ ആ ഖബറിൻ്റെ അടുത്തേക്ക് പോയി. ഖബറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ഖബറിൻ്റെ അടുത്ത് വെച്ച് നമസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെന്താ എന്താണ് നമുക്ക് കിട്ടുന്ന പാഠം? പ്രിയമുള്ളവരെ, ഖബറിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് നമസ്കരിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലെയോ അയൽവാസികളിലെയോ നമ്മുടെ സ്നേഹവലയത്തിലെയോ ആരെങ്കിലും മരണപ്പെടുകയും ആ വിവരം നമ്മൾ അറിയാതെ പോവുകയും, ഇനി അറിഞ്ഞാലും ആ സന്ദർഭത്തിൽ അവിടുത്തെ ആളുകൾ നമസ്കരിച്ച കൂട്ടത്തിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയാതെ പോവുകയും വന്നാൽ ആ മയ്യത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നമസ്കരിക്കാം. ഇതാണ് ഈ ഹദീസിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതോടൊപ്പം നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആര് മരണപ്പെട്ടാലും, ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ അത് നബിയെ അറിയിക്കേണ്ടതുണ്ട്, അത് രാവാണെങ്കിലും പകലാണെങ്കിലും. മാത്രവുമല്ല, മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നമസ്കാരം, മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാ മരണപ്പെട്ട വ്യക്തിക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു റഹ്മത്തിന് നിമിത്തമാകും എന്നും ഈ ഹദീസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു എങ്കിൽ ആ ഖബറിൻ്റെ അടുത്ത് പോയി നമുക്ക് നമസ്കരിക്കാം. എന്ത് നമസ്കരിക്കാം? മയ്യത്ത് നമസ്കരിക്കാം. അതല്ല ലോഹറും അസറും മറ്റുള്ള നമസ്കാരങ്ങളൊന്നും മക്ബറയിൽ പോയി നമസ്കരിക്കാൻ വേണ്ടി പാടില്ല. അത് പ്രത്യേകം നബി വിലക്കിയിട്ടുണ്ട്. മക്ബറകളിലെ കബറടക്കം ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ, ശവകുടീര കേന്ദ്രങ്ങളിൽ ഒരിക്കലും നമസ്കരിച്ചുകൂടാ. അത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു പോയിന്റ് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അസ്വലാത്തു അലൽ ഗായിബ്, മറഞ്ഞ മയ്യത്തിനുള്ള നമസ്കാരം. മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ലയോ? ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എല്ലാ ആളുകളും മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാമെന്ന് പറയുന്ന പണ്ഡിതന്മാർ അതിനായിട്ട് ഉദ്ധരിക്കുന്ന തെളിവേതാണ്? മഹാനായ നജ്ജാഷി എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം എത്യോപ്യയിൽ മരണപ്പെട്ടപ്പോൾ മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് നബിയും സ്വഹാബത്തും അദ്ദേഹത്തിൻ്റെ ജനാസക്ക് വേണ്ടി നമസ്കരിച്ച സംഭവമുണ്ട്. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ് മറഞ്ഞ മയ്യത്ത് നമസ്കാരം നിർവഹിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പറയാനുള്ളത് എന്താ? ഒരു പ്രദേശത്ത് ഒരാൾ മരണപ്പെട്ടു, മുസ്ലിമായ മുഅ്മിനായ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ആരും അവിടെ നമസ്കരിച്ചില്ല. ആ മരണവിവരം നമ്മൾ മറ്റുള്ള ഒരു പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ അറിഞ്ഞു, എന്നാൽ അവർ നമസ്കരിക്കണം. അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പോയിന്റ്. പിന്നെ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാം, ഗായിബായ മയ്യത്തിന് നമസ്കരിക്കാം എന്നുള്ള വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇന്നലെ ഒരു കുടുംബത്തിലെ മകനും മകളും അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനുജനും പിതാവും മാതാവും ഒക്കെ ആ വീട്ടിൽ തന്നെ എല്ലാ സന്ദർഭത്തിലും കഴിഞ്ഞുകൊള്ളുന്നില്ല. ഒരാൾ അമേരിക്കയിലാകാം, മറ്റൊരാൾ ജപ്പാനിലാകാം, മറ്റൊരാൾ സൗദി അറേബ്യയിലായിരിക്കാം. അപ്പോൾ പിതാവ് മരണപ്പെട്ടാൽ, മാതാവ് മരണപ്പെട്ടാൽ എല്ലാവർക്കും ആ ജനാസ സംസ്കരണത്തിൽ, മയ്യത്ത് നമസ്കാരത്തിൽ പങ്കുകൊള്ളാൻ സാധ്യമായിക്കൊള്ളണമെന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ മറഞ്ഞ മയ്യത്തിൽ നമസ്കരിക്കാം എന്നുള്ള ഈ ഒരു വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സ്വന്തം രക്തബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ അടുത്തിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മയ്യത്ത് നമസ്കരിക്കാം. അതൊരു തെറ്റാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം പ്രിയമുള്ളവരെ, എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു അവസ്ഥ, എവിടെയെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഒരു 25 പൈസയുടെ കാർഡിൽ, പോസ്റ്റ് കാർഡിൽ എഴുതും, ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജുമാ കഴിഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്ന്. അങ്ങനെ കേരളത്തിൽ ഒരു 100 പള്ളിയിൽ 150 പള്ളിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് നോട്ടീസുകൾ വരികയാണ്, അതിനൊക്കെ വേണ്ടി നമസ്കരിക്കുക. അത് ശരിയല്ല, അതിനൊന്നും തെളിവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക്
ഇവിടെയുള്ള പണ്ഡിതന്മാർ പ്രിയമുള്ളവരെ മറഞ്ഞ മയ്യത്തിനെ നമസ്കരിക്കാം എന്നുള്ള ഒരു ആശയമുള്ള ആളുകളാണ് ഷാഫി മദ്ഹബുകാരെ പോലെ തന്നെ. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് സ്വാലിഹ് ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് വേണ്ടി സൗദി അറേബ്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇങ്ങനെ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിച്ചതായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ കാണാൻ വേണ്ടി കഴിയും. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം പരമാവധി നമ്മളത് നിർവഹിക്കാതിരിക്കുകയും ഇങ്ങനെ ഏറ്റവും അടുത്ത ആളുകൾ, രക്തബന്ധമുള്ളവർ, വളരെ അടുത്ത സ്നേഹവലയത്തിലുള്ളവർ, നമ്മളുമായി നിരന്തരം ബന്ധം പുലർത്തിയവരൊക്കെ അവരൊക്കെ മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി നമുക്ക് മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്നുള്ളതല്ലാതെ അത് വ്യാപകമായ തോതിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. കേരള നെതുവത്തുൽ മുജാഹിദീൻ മർക്കസുദ്ധവ പുലർത്തിപ്പോരുന്ന ആശയവും അത് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ, മഹാനായ ഇബ്നു ഹസം റഹിമഹുല്ലാ തങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, വയുസല്ലി അലൽ മയ്യിത്തിൽ ഗായിബ് ബി ഇമാമിൻ വജമാഅ. ഇബ്നു ഹസം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായിട്ടുള്ള പൗരാണികനായിട്ടുള്ള അറിയപ്പെടുന്ന മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു മുഹദ്ദിസാണ്. അദ്ദേഹം പറയുന്നത് എന്താ? മറഞ്ഞ മയ്യത്തിന് ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കാം. ഇത് തന്നെയാണ് ഫിഖ്ഹ് സുന്നയിലും മക്കയിലെ ജാമിഅ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന മക്കത്തുൽ മുക്കറമ അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന സയ്യിദ് സാബിഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ രചിച്ചിട്ടുള്ള ഫിഖ്ഹ് സുന്നയിലും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ആരെന്ത് പറഞ്ഞാലും തെളിവിൻ്റെ ഒരു പ്രശ്നം ഈ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് വല്ലാതെ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു വിഷയമല്ല. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആളുകൾ, പല ഭാഗത്തെയും ആളുകൾ, ഒരു 20 ആളുകളുടെ മയ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ നമസ്കാരമൊക്കെ ഇങ്ങനെ പേപ്പർ വായിച്ച് നമസ്കരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊന്നും തന്നെ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്നുള്ളതാണ്. അതോടൊപ്പം പ്രിയമുള്ളവരെ, എവിടെയാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടത് മറ്റൊരു പോയിന്റാണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് മയ്യത്ത് നമസ്കരിക്കുന്നത് എവിടെ മയ്യത്ത് നമസ്കരിക്കാറുള്ളത്? നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെ ഒന്ന് എഴുതൂ സുഹൃത്തുക്കളെ. പള്ളിയിലാണോ മയ്യത്ത് നമസ്കരിക്കാറുള്ളത്? അതോ പിന്നെ ഒരു തുറന്ന വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലോ എവിടെയാണ് നമസ്കരിക്കാറുള്ളത്? എഴുതൂ, ആരെങ്കിലുമൊക്കെ എഴുതൂ സുഹൃത്തുക്കളെ. അപ്പോൾ പള്ളിയിലല്ലേ? വെരി ഗുഡ്. പക്ഷേ പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഒരു സുന്നത്തല്ലായി നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത്യപൂർവമായിട്ടായിരുന്നു പള്ളിയിൽ മയ്യത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമസ്തക്കാരാകട്ടെ മുജാഹിദുകളാകട്ടെ മിക്കവാറും ആളുകളൊക്കെ പള്ളിയിൽ വെച്ചാണ് മയ്യത്ത് നമസ്കരിക്കാറുള്ളത്. അതിന് കാരണം വെച്ചാൽ അവിടെ വുളു എടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും, വിശാലത ഉണ്ടാകും, മൈക്രോഫോൺ ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ട് മയ്യത്ത് നമസ്കാരം പള്ളിയിലാണ്. പക്ഷേ ഈ വിഷയത്തിലുള്ള ഒരു സുന്നത്ത് എന്താണെന്ന് അറിയുങ്ങൾ കേൾക്കുക. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വലം യകുൻ മിൻ ഹദിയി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാത്തിബ സ്വലാ അലൽ മയ്യിതി ഫിൽ മസ്ജിദി. പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കാരം നിരന്തരം നിർവഹിക്കുക എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തങ്ങൾ പറയുകയാണ്, വ ഇന്നമാ കാന യുസല്ലി അലൽ ജനാസതി ഖാരിജൽ മസ്ജിദി. തീർച്ചയായും ജനാസക്ക് വേണ്ടിയുള്ള നമസ്കാരം പള്ളിയുടെ പുറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നത്. ഇല്ലാ ലിഉദ്രിൻ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഒഴികെ. നല്ല പൊടിക്കാറ്റുണ്ടായാൽ, ശക്തമായ മഴയുണ്ടായാൽ, അതുപോലെ തന്നെ അന്തരീക്ഷവും കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടായാൽ അപ്പോൾ പള്ളിയിൽ നമുക്ക് നമസ്കരിക്കാം, അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് നമസ്കരിക്കാം. പക്ഷേ പൊതുവെ ഒരു തുറന്ന സ്ഥലത്ത്, ഒരു മൈതാനത്ത്, മുറ്റത്ത്, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മയ്യത്ത് നമസ്കാരമൊക്കെ നല്ലത് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ 10-34 ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഈ ആളുകൾ, നമുക്കൊക്കെ കുടുംബങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ സ്ത്രീകൾ മയ്യത്ത് നമസ്കരിക്കാറുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? എഴുതൂ.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ നിങ്ങളുടെ സഹോദരിമാർ മയ്യത്ത് നമസ്കരിക്കാറുണ്ടോ? ചില ആളുകൾ നോ എന്ന് എഴുതുന്നു, ചില ആളുകൾ ഉണ്ടെന്ന് എഴുതുന്നു, ചില ആളുകൾ ഇല്ല എന്ന് എഴുതുന്നു. എനിക്ക് പറയാനുള്ളതെന്തറിയോ? തീർച്ചയായിട്ടും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളായിരിക്കാം, ആ സഹോദരിക്ക്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക്, അവർക്കൊന്നും മയ്യത്ത് നമസ്കരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമോ ഒരു അവസരമോ ഇല്ലാതെ പോകുക എന്നുള്ളത് നിർഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആ സഹോദരിമാർക്ക് തൻ്റെ വാത്സല്യനിധിയായിട്ടുള്ള പിതാവിന് വേണ്ടി, തൻ്റെ സ്നേഹനിധിയായ മരണപ്പെട്ട ഈ ഭർത്താവിന് വേണ്ടി ഒക്കെ നമസ്കരിക്കാനുള്ള, റബ്ബിനോട് ദുആ ചെയ്യാനുള്ള അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. എന്താ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നറിയുമോ? ജവാസു സ്വലാത്തിൻ നിസായി അലൽ ജനാസ യജൂസു ലിൽ മർഅതി അൻ തുസല്ലി അലൽ ജനാസതി മിസ്ലർ റജുലി. പുരുഷനെ പോലെ ജനാസക്ക് വേണ്ടി നമസ്കരിക്കൽ സ്ത്രീകൾക്കും അനുവദനീയമാകുന്നു. മനസ്സിലായല്ലോ? മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, ഖാലൻ നവവിയ്യു റഹിമഹുല്ലാഹ് വയംബഗി അൻ തുസന്ന ലഹുന്നൽ ജമാഅ കമാ ഫീ ഗൈരിഹാ. മറ്റുള്ള കാര്യങ്ങളെ പോലെ തന്നെ ജമാഅത്തായിട്ട് ആ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കരിക്കൽ അതാണ് സുന്നത്ത് എന്ന് ലോകപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. വബിഹി ഖാലൽ ഹസൻ ഇബ്നു സ്വാലിഹ് വ സുഫിയാനു സൗരി വ അഹ്മദ് വൽ അഹ്നാഫ്. മഹാനായ ഹസൻ ഇബ്നു സ്വാലിഹ്, മഹാനായ സുഫിയാനു സൗരി, മഹാനായ ഇമാം അഹ്മദ്, മഹാനായ ഹനഫി മദ്ഹബുകാർ, ഇവരൊക്കെയും ഈ അഭിപ്രായമുള്ളവരാണ്. സ്ത്രീകൾ ജമാഅത്തായിട്ട് നമസ്കരിക്കണം. പിന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ഒരാൾ മരണപ്പെട്ടാൽ ആരാണ് ആ മയ്യത്ത് നമസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ? ആരാണ് അവകാശപ്പെട്ടവൻ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ഈ കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഈ പ്രത്യേകം ഒരു ഹദീസൊന്നും വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തി അഹക്കുന്നാസി അൽ വസിയ്യ്. ഒരാൾ പറയാൻ, ഞാൻ മരണപ്പെട്ടാൽ ഇന്ന ആള് മയ്യത്ത് നമസ്കരിക്കണം കേട്ടോ എന്ന് പറയാൻ. നമ്മൾ അറിയേണ്ടതുണ്ട്, ഇപ്പോൾ ഒരാൾ, ഒരു വാപ്പ മരണപ്പെടുന്നതിൻ്റെ 4 ദിവസം മുമ്പ്, അല്ലെങ്കിൽ 2 മാസം മുമ്പ്, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ കുറച്ച് ഭക്തിയൊക്കെ ഉള്ള, തഖ്വയൊക്കെ ഉള്ള, പള്ളിയായിട്ട് ബന്ധമുള്ള, ഖുർആൻ ലേണിങ്ങിനൊക്കെ പോകുന്ന, അത്യാവശ്യം ഇസ്ലാമിക സ്വഭാവവും അതവും മര്യാദയൊക്കെ ഉള്ള മകനോട് പറയാണ്, മോനെ ഞാൻ മരണപ്പെട്ടാൽ നീ മയ്യത്ത് നമസ്കരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വസിയ്യത്ത് നൽകിയത് ആരാണോ അദ്ദേഹമാണ് മയ്യത്ത് നമസ്കരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവൻ എന്നാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. സുമ്മൽ അമീറു സുമ്മൽ അബു. പിന്നീട് അമീർ, ആ രാജ്യം ഭരിക്കുന്ന അമീർ എന്ന് പറഞ്ഞ മുഅ്മിനായിട്ടുള്ള ഒരു ആള്. ഇപ്പോൾ ഈ പണ്ഡിതന്മാർ ഇങ്ങനെ പറയാനുള്ള കാരണം, ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ആരാണോ അമീർ അദ്ദേഹം തന്നെയാണ് പള്ളിയിൽ ഇമാമത്തും ജമാഅത്തും ഖുത്ബയൊക്കെ നിർവഹിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരാൾ. ഇനി അതല്ല എങ്കിൽ സുമ്മൽ അബു, പിന്നെ പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവ്. വസിയത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, വസിയത്ത് ഇല്ല എങ്കിൽ അമീറായിരിക്കണമെന്ന പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വാപ്പ, അല്ലെങ്കിൽ വാപ്പയുടെ വാപ്പ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകൻ്റെ മകൻ, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ആ മയ്യത്തിനോട് ഏറ്റവും രക്തബന്ധമുള്ള ആളുകൾ, ഇവരൊക്കെയാണ് ഈ ജനാസ നമസ്കരിക്കേണ്ടത്. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് രക്തബന്ധമുള്ള ആളുകൾക്കൊക്കെയാണ് പ്രിയമുള്ളവരെ ആ മയ്യത്തിന് റബ്ബ് പുറത്തു കൊടുക്കണമെന്നുള്ള ആ അങ്ങേയറ്റത്തെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു മനസ്സുണ്ടാകുക. മറ്റുള്ളവരെക്കാളും സ്വന്തം മക്കൾക്കാണല്ലോ ആത്മാർത്ഥതയൊക്കെ ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ,
ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദം ഉയർത്താൻ വേണ്ടി പാടുള്ളതല്ല. ഇന്ന് ജനാസ കൊണ്ടുപോകുമ്പോൾ ആളുകൾ ശബ്ദമുണ്ടാക്കുന്നു. എന്താ പണ്ഡിതന്മാർ പറയുന്നതെന്നോ, റഫ്ഉ സൗതി ബിദിക്രിൻ ഔ ഖിറാഅത്തിൻ ഔ ഗൈരി ദാലിക, ദിക്റുകൾ കൊണ്ടോ വിശുദ്ധ ഖുർആന്റെ പാരായണം കൊണ്ടോ മറ്റു വല്ലതും കൊണ്ടോ ശബ്ദമുയർത്തൽ അത് വെറുക്കപ്പെട്ടതാകുന്നു. ഒരു ഹദീസിൽ കാണാം, കാന അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹൂന റഫ്ഉ സൗതി ഇൻദ സലാസിൻ ഇൻദൽ ജനായിസി വ ഇൻദൽ ദിക്രി വ ഇൻദൽ ഖിതാൽ. 3 സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ ശബ്ദം ഉയർത്തുന്നത് വെറുത്തിരുന്നു. ഏതാണ് ആ 3 അവസരങ്ങൾ? ഇൻദൽ ജനായിസി മയ്യത്തുകളുടെ അടുത്ത് വെച്ച് മയ്യത്ത് സംസ്കരണ വേളയിൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ സന്ദർഭത്തിൽ ശബ്ദം ഉയർത്താൻ വേണ്ടി പാടില്ല. വഇൻദ ദിക്രി, ദിക്റുകൾ ചൊല്ലുമ്പോൾ, ദിക്റുകൾ പറയുമ്പോൾ റബ്ബിനെ കുറിച്ചുള്ള സ്മരണകൾ, ഓർമ്മകൾ, ആ സന്ദർഭത്തിലും ശബ്ദം ഉയർത്തിക്കൂടാ. വഇൻദൽ ഖിതാൽ, യുദ്ധസമയത്തും. മഹാനായ ഇമാം നവവി തങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ ഷാഫി മദ്ഹബുകാരാണല്ലോ ഭൂരിപക്ഷം. ആ ഷാഫി മദ്ഹബുകാരെ മനസ്സിലാക്കണം, നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറയാറില്ലേ? എന്താണ് ഈ വിഷയത്തിൽ ഇമാം നവവി തങ്ങൾ പറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കിക്കോ. വഖാല നവവിയ്യു റഹിമഹുല്ലാഹ് വഅലം അന്ന സ്വവാബ മാ കാന അലൈഹി السلف من السكوت حال السير مع الجنازة فلا يرفع صوت بقراءة ولا ذكر ولا غيرهما. വഅലം, നീ അറിയണം കേട്ടോ, അന്ന സ്വവാബ, ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്, മാ കാന അലൈഹി സലഫു മിനസ് സുകൂത്ത്, സലഫുകൾ പൂർവസൂരികളായിട്ടുള്ള സ്വഹാബത്തും താബിഈങ്ങളും ആദ്യകാലത്ത് മഹാത്മാക്കളുമൊക്കെ അവര് ജനാസ കൊണ്ടുപോകുന്ന വേളയിൽ അവർ മൗനമായിരുന്നു പാലിച്ചിരുന്നത്. ഈ അടുത്തൊരു മുസ്ലിയാർ ഒരു ക്ലിപ്പിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഇവിടെ സുകൂത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദത്തിൽ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണെന്ന്. ആ മുസ്ലിയാർ സത്യത്തിൽ ദുർവ്യാഖ്യാനമാണ് നടത്തുന്നത്. ആ മുസ്ലിയാർ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. സുകൂത്ത് എന്ന് പറഞ്ഞാൽ മൗനം എന്ന് തന്നെയാണ് അതിനർത്ഥം. മൗനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ജനാസ കൊണ്ടുപോകുന്നത്. ഫലാ യർഫഉ സൗത ബിഖിറാഅത്തിൻ, അവിടെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം ഉയർത്താൻ വേണ്ടി പാടുള്ളതല്ല. വലാ ദിക്രിൻ, ദിക്റുകൾ കൊണ്ടുള്ള ശബ്ദം ഉയർത്തിക്കൂടാ. വലാ ഗൈരിഹിമാ, മറ്റ് ശബ്ദങ്ങളും പാടുള്ളതല്ല. ആ സന്ദർഭങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ ആളുകളുടെ മനസ്സിൽ വേണ്ടത്, ജനാസ കൊണ്ടുപോകുമ്പോൾ ജനാസയെ പിൻപറ്റുന്ന ആളുകളുടെ മനസ്സുകളിൽ വേണ്ടത്, അല്ലാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ, ഈ വ്യക്തിക്ക് നീ റഹ്മത്ത് ചെയ്യണമേ, ഇദ്ദേഹത്തിൻ്റെ ആഖിറം നീ വിജയിപ്പിച്ചു കൊടുക്കണമേ എന്നിങ്ങനെ ആ മനുഷ്യൻ്റെ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കണം വേണ്ടത്. പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജനാസ കൊണ്ടുപോകുന്ന ആളുകൾ, ജനാസയെ പിൻപറ്റുന്ന ആളുകൾ ആ ജനാസ നിലത്ത് വെക്കുന്നത് വരെ ഇരുന്നുകൂടാ. قال البخاري رحمه الله من تبع جنازة فلا يقعد حتى طولع عن مناكب الرجال. ഈ ജനാസ വഹിക്കുന്നവരുടെ ചുമലുകളിൽ നിന്ന് ആ ജനാസ താഴെ വെക്കുന്നത് വരെ ജനാസയെ പിൻപറ്റുന്ന ആളുകൾ ഒരിക്കലും ഇരുന്നുകൂടാ. ഫലാ യഖഉദ് ഹത്താ തൂളഅ, ആ ജനാസ വെക്കുന്നത് വരെ ഇരുന്നുകൂടാ. ഫഇൻ ഖഅദ അമറ ബിൽ ഖിയാം, ഇനി ഇരുന്നാലോ, അഥവാ ഇരുന്നു പോയാൽ അവരോട് എഴുന്നേൽക്കാൻ കൽപ്പിക്കണം. കാരണം അനബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു. മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ജനാസ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേൽക്കുവിൻ. ഫമൻ തബിഅഹ ഫലാ യഖഉദു ഹത്താ തുളഅ,
ആരെങ്കിലും ആ ജനാസയെ പിൻപറ്റുന്നുവെങ്കിൽ അത് വെക്കുന്നത് വരെ ഇരുന്നു കൂടാ. പ്രിയമുള്ളവരെ, അപ്പം അതാണ് നമുക്ക് പറയാനുള്ളത്. ജനാസ കാണുമ്പോൾ നമ്മൾ സാധിക്കുമെങ്കിൽ എഴുന്നേൽക്കണം, അതൊരു സുന്നത്താണ്. ആ ജനാസയെ നമ്മൾ ആദരിക്കണം, അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല. മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് എന്താ, രാത്രി ആരെങ്കിലും മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വൈകുന്നേരം മരണപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പകലിലേക്ക് അത് നീട്ടിവെക്കേണ്ടതുണ്ടോ? എത്രയോ ആളുകൾ കാണാം, ഒരാൾ മരണപ്പെട്ടാൽ പിന്നെ ലൈറ്റ് കത്തിച്ച് പെട്രോൾ മാക്സ് കത്തിച്ച് ഒക്കെ പുലർച്ചെ വരെ അങ്ങനെ ആ മയ്യത്തിനെ ആ വീട്ടിൽ കിടത്തും. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞോ ഉച്ചയോടനുബന്ധിച്ചോ ഒക്കെയാണ് ജനാസ എടുക്കുക. പാടില്ല സഹോദരങ്ങളെ. എന്താണെന്ന് ചോദിച്ചാൽ ജനാസയെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെ ജനാസ സംസ്കരണം നടത്തണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എത്രയും പെട്ടെന്ന് ആ ജനാസ മറമാടണം. ഫഖദ് ദഫന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലല്ലദീ കാന യർഫഉ സൗതഹു ബിദ്ദിക്രി ലൈല. രാത്രിയിൽ ഇങ്ങനെ ദിക്റൊക്കെ അല്പം ശബ്ദത്തോടുകൂടെ ചെല്ലാറുണ്ടായിരുന്ന ഒരാൾ മദീനത്തുണ്ടായിരുന്നു. ആ ആള് മരണപ്പെട്ടപ്പോൾ അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തെ രാത്രി തന്നെ കബറടക്കം നടത്തി. വദഫന അലിയു ഫാത്തിമത റളിയല്ലാഹു അൻഹാ ലൈലൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവർ മരണം പ്രാപിച്ചപ്പോൾ അവരെ കബറടക്കിയതും രാത്രി തന്നെയാകുന്നു. അലി റളിയല്ലാഹു അൻഹുവാണ് അവരെ കബറടക്കം ചെയ്തത്, അത് രാത്രിയാണ്. വകദാലിക ദുഫിന അബൂബക്കർ വ ഉസ്മാൻ വ ആയിഷ വഇബ്നു മസ്ഊദ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇബ്നു മസ്ഊദ് അവരൊക്കെയും കബറടക്കം ചെയ്യപ്പെട്ടത് രാത്രിയിലാകുന്നു. അപ്പം രാത്രിയിൽ തന്നെ നമ്മൾ കബറടക്കം ചെയ്യുക. അത് നീട്ടിവെക്കേണ്ടതില്ല, മണിക്കൂറുകൾ നീട്ടിവെച്ച് പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ മയ്യത്ത് വെക്കേണ്ടതില്ല. ഉടനെ വേഗത്തിൽ വൈകാതെ ജനാസ സംസ്കരണം നടത്തണം. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പ്രിയമുള്ളവരെ, അതോടൊപ്പം നമ്മൾ അറിയുക, നമ്മളിപ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുമ്പോഴോ അത് കൊണ്ടുപോകാൻ എടുക്കുമ്പോഴോ ഖബറിലേക്ക് വെക്കാൻ എടുക്കുമ്പോഴോ ഒക്കെ ആ മയ്യത്ത് നമ്മൾ എടുക്കുന്ന സന്ദർഭത്തിൽ എന്തു പറയണം പ്രിയമുള്ളവരെ എന്ന് എഴുതൂ. എന്താണ് നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ പറയേണ്ടത്? മയ്യത്ത് എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ എന്ത് പറയണം? എഴുതൂ. അനിബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കാന ഇദാ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ മനസ്സിലായില്ല. മയ്യത്ത് എടുക്കും വെക്കുകയൊക്കെ ചെയ്യും അല്ലേ? ഇപ്പോൾ നമ്മൾ കുളിപ്പിച്ച ആ കുളിമുറിയിൽ നിന്ന് കഫൻ ചെയ്യാൻ വേണമെങ്കിൽ പായയിലേക്ക് വെക്കും. ആ പായയിൽ നിന്ന് മയ്യത്ത് കട്ടിലേക്ക് വെക്കും. ആ കട്ടിലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കബറിൻ്റെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ മയ്യത്ത് നമസ്കരിക്കുന്ന സ്ഥലത്തോ വെക്കും. അവിടുന്ന് വീണ്ടും ചുമലിലേറ്റി കബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. ഇങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ത് പറയണം? കേട്ടോളൂ. അനിബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ കാന ഇദാ വളഅൽ മയ്യിത ഫിൽ ഖബർ ഖാല ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് ഔ അലാ സുന്നത്തി റസൂലില്ലാഹ്. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വ തുർമുദി വ ഇബ്നു മാജ. ഇമാം അഹ്മദ്, ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ തുടങ്ങിയിട്ടുള്ള മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരു മയ്യത്ത് ഖബറിൽ വെച്ചാൽ ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാഹ്, ബിസ്മില്ലാ വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറയും. അല്ലെങ്കിൽ ബിസ്മില്ലാ വഅലാ സുന്നത്തി റസൂലില്ലാഹ് എന്ന് പറയും. മനസ്സിലായല്ലോ? അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. ഖബറിൽ അടിക്കബർ, ഖബർ ലഹദ് ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ഉണ്ടാകുക. ഖബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ 4 അടി കുഴിച്ച് പിന്നെ ആ ഖബറിൻ്റെ മധ്യഭാഗത്ത് വീണ്ടും 2 അടി താഴ്ചയിൽ കുഴിക്കുന്ന പിന്നെ ഖബറിൻ്റെ മധ്യഭാഗം, ആ 4 അടിയുടെ മധ്യഭാഗത്ത് കുഴിച്ച് 2 അടി കുഴിച്ച് താഴേക്ക് കുഴിച്ച്
അതിനാണ് ഖബർ എന്ന് പറയുക. എന്നാൽ ലഹദ് എന്ന് പറയുന്നത് എന്താ? അത് ഒരു 4 അടിയോ ഒക്കെ കുഴിച്ച് ചരിച്ചുകൊണ്ട് ഖബറിൻ്റെ ഒരു വശത്തേക്ക് ഈ മയ്യത്തിനെ വെച്ച് അങ്ങനെ മൂടുന്നതിനാണ് ലഹദ് എന്ന് പറയുക. ഇങ്ങനെ ഈ ഖബറാകട്ടെ ലഹദാകട്ടെ അതിൽ മയ്യത്തിനെ വെക്കുമ്പോൾ മയ്യത്തിന് തലയണ വെക്കാറുണ്ട് ചില ആളുകൾ. തലയണ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അങ്ങനെ തലക്കിണി വെക്കും, അല്ല തലക്കിണി എന്നാ പറയുക ചില ആളുകൾ. അപ്പോൾ ഇങ്ങനെ തലയണ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില ആളുകൾ വസ്ത്രം കൊണ്ട് തലയണ വെക്കാറുണ്ട്. തുണി എന്ത് ചെയ്യുക, കവിളത്ത് അല്ലെങ്കിൽ പിന്നെ തലക്ക് ഇങ്ങനെ വെക്കാറുണ്ട്. അത് ശരിയല്ല എന്ന് പറയുന്നത്. അത് കരിഹ ജുംഹൂറുൽ ഫുഖഹ വലൗ സൗബിൻ ഔ വിസാദത്തിൻ ഔ നഹ്വി ദാലിക ലിൽ മയ്യിത്ത് ഫിൽ ഖബർ. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്, അത് പിന്നെ വെറുത്തിട്ടുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത്? വലൗ സൗബിൻ ഔ വിസാദത്തിൻ, തുണി കൊണ്ടുള്ള വസ്ത്രം കൊണ്ടുള്ള തലയണയോ അതുപോലെയുള്ള കാര്യങ്ങളോ പറയാം. എന്നാൽ വസ്തഹബ്ബൽ ഉലമാഉ അൻ യുവസ്സിദ റഅ്സൽ മയ്യിത്തി ബിലബിനത്തിൻ ഔ ഹജറിൻ ഔ തുറാബിൻ. എന്നാൽ പണ്ഡിതന്മാര് മുസ്തഹബാണ്, നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജനാസക്ക് ഒരു തലയണ എന്നോണം ഒരു ഇഷ്ടികയോ, ബിലബിനത്തിൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക പോലെയുള്ള സംഗതികൾ, ഔ ഹജറിൻ അതല്ല എങ്കിൽ ഒരു കല്ലോ, ഔ തുറാബിൻ അല്ലെങ്കിൽ മണ്ണോ, ഇതൊക്കെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളങ്ങനെ ഖബറടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഖബറടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ ഖബർ അടക്കം എന്ന് പറയുമ്പോൾ മയ്യത്തടിയിൽ വെച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ മൂടുകല്ല് വെക്കുന്നു. മൂടുകല്ല് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. മൂടുകല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പിന്നെ ഒലവക്കോട് ഭാഗത്തൊക്കെ മരം കൊണ്ടുള്ള ഈ താബൂക്ക് പോലെ അതേ രൂപത്തിൽ മരക്കഷ്ണങ്ങൾ പിന്നെ മില്ലുകളിൽ നിന്ന് ഏർന്നു കൊണ്ടുവരും. എന്നിട്ട് ആ മരങ്ങൾ വെച്ച് കറക്റ്റായിട്ട് അടക്കും. ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണ്ണും വെള്ളവും കുഴച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ആ ദ്വാരങ്ങൾ വെക്കും. ചില ഭാഗത്ത് കല്ലുകൾ വെക്കും. ഇങ്ങനെ ഈ ഹോളോ ബ്രിക്സ് പോലെ കട്ടിയൊക്കെ കുറഞ്ഞിട്ടുള്ള എന്നാൽ പരന്ന ഇങ്ങനെ ഖബറിൻ്റെ അടിക്കബർ ഇത് മൂടാൻ പറ്റുന്ന രൂപത്തിലുള്ള കല്ലുകൾ, അങ്ങനെ അതൊക്കെ വെച്ച് നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയങ്ങൾ ഈ 3 പിടി മണ്ണിടും. 3 പിടി മണ്ണിടും. അത് സുന്നത്താണെന്നാണ് പറയുന്നത്. എന്നാൽ അതിടുമ്പോൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് ഉള്ള ഒരായത്ത് സൂറത്ത് ത്വാഹയിലൊരായത്താണ്. എന്താണ് ആ ആയത്ത്? മിൻഹാ ഖലഖനാകും, നിങ്ങളെ നാം അതിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് ഇതാ നിങ്ങളെ മടക്കുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, മറ്റൊരു തവണ അതിൽ നിങ്ങളെ പുറപ്പെടുവിക്കും, പുറത്തു കൊണ്ടുവരും എന്നുള്ള ആശയമുള്ള ആയത്ത്. നല്ലൊരു ആയത്താണ് സഹോദരങ്ങളെ. പക്ഷേ അതിന് കൃത്യമായൊരു തെളിവില്ല എന്നാ പറയുന്നത്. എങ്കിൽ പോലും 3 പിടി മണ്ണൊക്കെ വാരിയിടുക. പിന്നെ ആ വാരിയിട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? തസ്ബീത്ത് ചൊല്ലണം. എന്താ തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? തസ്ബീത്ത് എന്ന് പറഞ്ഞാൽ മലായിക്കത്തുകൾ വരും. എപ്പോഴാണ് മലായിക്കത്തുകൾ വരിക? ആ ഖബറടക്കം ചെയ്തിട്ടുണ്ടല്ലോ, ഖബറടക്കം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾ സലാം പറഞ്ഞ ഖബറിൻ്റെ അരികിൽ നിന്നിങ്ങനെ പോയി അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമാർ അകലത്തിലെത്തുമ്പോഴേക്കും മലായിക്കത്തുകൾ വരുന്ന സുഹൃത്തുക്കളെ, നമ്മളടുത്തുനിന്ന് ഒരാൾ പോവുകയാണ്, അയാളുടെ ചെരുപ്പിൻ്റെ ശബ്ദം നമുക്ക് എത്ര ദൂരമാകുമ്പോൾ കേൾക്കാം സുഹൃത്തുക്കളെ? ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 12 മീറ്റർ ഇങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയൊരു ദൂരെത്തുമ്പോഴേക്കും ആര് വരും? ഒന്ന് എഴുതൂ, മലായിക്കത്തുകൾ വരും. ആ മലായിക്കത്തുകൾ വരുമ്പോൾ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് സാധിക്കണം. അങ്ങനെ സാധിക്കുന്നതിനാണ് എന്ത് പറയുക? തസ്ബീത്ത് എന്ന് പറയുക. സ്ഥൈര്യം, സ്ഥിരത അത് ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തസ്ബീത്ത് നടത്തണം. എന്താ തസ്ബീത്ത് നടത്താനുള്ള തെളിവ്?
അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദുഫ്നിൽ മയ്യിതി വഖഫ അലൈഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറടക്കം ചെയ്ത് കഴിഞ്ഞാൽ, മയ്യത്ത് കബറടക്കം ചെയ്ത് കഴിഞ്ഞാൽ, വഖഫ അലൈഹി കബറിന്റെ അരികിൽ നിൽക്കും. ഫഖാല എന്നിട്ട് പറയും, ഇസ്തഗ്ഫിർ ലി അഖീകും നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് പാപമോചനം തേടുക, മഗ്ഫിറത്ത് തേടുക, മഗ്ഫിറത്ത് തേടുക. വസലൂ ലഹു തസ്ബീത്ത് അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്ത് ചോദിക്കുക. ഫഇന്നഹുൽ ആന യുസ്അൽ തീർച്ചയായും അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. റവാഹു അബൂ ദാവൂദ് വൽ ഹാക്കിം വസഹഹഹു വൽ ബസ്സാർ. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തായി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്ന, നിങ്ങൾ ഈ സുഹൃത്തിന് വേണ്ടിയിട്ട്, സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മഗ്ഫിറത്തിന് വേണ്ടി തേടണം, തസ്ബീത്തിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഒരു പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുണ്ട്. തസ്ബീത്തും അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറും ഒക്കെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ സമസ്തക്കാരായ സുഹൃത്തുക്കളും മറ്റുമൊക്കെ അത് നിരാക്ഷേപം നടത്തി വരികയാണ്. അപൂർവം ആളുകളെ ഇനി അത് നടത്താൻ ബാക്കിയുള്ളൂ. അതെന്താണ്? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ല എങ്കിൽ നിങ്ങൾ പഠിക്കണം. എന്ന് മാത്രമല്ല, നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ അടുത്ത് ഈ മൂടുകല്ലൊക്കെ വെച്ച് കഴിഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ട ഉടനെ മുതൽ നിങ്ങൾ ഇത് പ്രാർത്ഥിക്കണം. റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. റബ്ബിനോട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അല്ലാഹുവേ, മലായിക്കത്തുകളെ ഈ മനുഷ്യനെ, ഈ മയ്യത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, ആ ചോദ്യ സമയത്ത് ഒരു സുബൂത്ത് നൽകണം, ഒരു സ്ഥിരത നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ അദ്ദേഹത്തിന് ജവാബ് നീ തോന്നിപ്പിച്ചു കൊടുക്കണമേ. മലായിക്കത്തുകളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ നീ ആ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിപ്പിക്കണമേ. അൽഹിംഹുൽ ജവാബ്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ റസൂൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഇമാമാരാണ്, നിന്റെ കിബില ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം പറയാനുള്ള ഉത്തരങ്ങൾ നീ തോന്നിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. റബ്ബേ, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബറിന്റെ ഇരുഭാഗത്തും നീ വിശാലമാക്കി കൊടുക്കണമേ. സഹോദരങ്ങളെ, ഖബറിന്റെ ഇരുഭിത്തികളും കൂട്ടി ഇടിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിന്റെ ഇരുഭിത്തികളും കൂട്ടി ഇടിക്കാതെ പോയിരുന്നുവെങ്കിൽ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് അതുണ്ടാകുമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പോലും അതുണ്ടായി എന്ന. അപ്പോൾ അല്ലാഹു തആല നമ്മളെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. സുഹൃത്തുക്കളെ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. റബ്ബേ, ഈ മയ്യത്തിന്റെ ഇരുഭാഗത്തും നീ വിശാലമാക്കി കൊടുക്കണമേ. ഈ മയ്യത്തിന്റെ ഖബർ അത് വിശാലമാക്കി കൊടുക്കണമേ. ഖബർ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അത് ഏകാന്തവാസമുള്ള സ്ഥലമാണ്, ഇരുട്ടിൻ്റെ അറയാണ്. അവിടെ പുഴുക്കളും മറ്റുമുണ്ടാകും, ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ. റബ്ബേ, എല്ലാവിധ ഭയങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നീ
നിർഭയത്വം നൽകണമേ, പേടിയില്ലാത്തൊരവസ്ഥ ആ മയ്യത്തിന് നീ നൽകണമേ. സഹോദരങ്ങളെ, ഖബറെന്ന് പറയുന്നത് വലിയ ഭയത്തിൻ്റെ ഒരു വീടാണ്, ഇരുട്ടറയാണ്, ഏകാന്തവാസമാണ് അവിടെ ഉണ്ടാവുക. പുഴുക്കളും മറ്റു ജന്തുക്കളുമൊക്കെ ഉണ്ടാകും അവിടെ. പ്രിയമുള്ളവരെ, നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, എല്ലാവിധ ഭയങ്ങളിൽ നിന്നും റബ്ബേ അദ്ദേഹത്തിന് നിർഭയത്വം നൽകണമേ എന്നുള്ളതാണ്. അത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് തസ്ബീത്ത്. ആ തസ്ബീത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് എത്ര സമയമാണ് ഇത് ചെയ്യേണ്ടതെന്നോ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസമൊക്കെ മുറിച്ച് അത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്ര സമയം ആ ഖബറിൻ്റെ അരികിൽ നിന്നുകൊണ്ട് തസ്ബീത്ത് നിർവഹിക്കണം. ഇന്നിപ്പോ മയ്യത്ത് എത്ര ബന്ധുക്കളായാലും അടുത്ത ആളുകളാണെങ്കിലും മയ്യത്തൊന്ന് കണ്ട് അവിടെ പോയി ഒന്ന് പുഞ്ചിരിച്ച് പോരുക എന്നുള്ളതല്ലാതെ ആർക്കും സമയമല്ല. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് പറ്റൂല. നമ്മൾ ഇസ്ലാഹി പ്രവർത്തകന്മാർ എന്നുള്ള നിലക്ക് നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടാൽ, നമ്മുടെ സ്നേഹിതന്മാർ മരണപ്പെട്ടാൽ തീർച്ചയായും കഴിയുന്നത്ര ഈ സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അപ്പോൾ അത്രയും സമയം ഈ തസ്ബീത്ത് നമ്മൾ നിർവഹിക്കണം. മറ്റൊന്നാണ് എന്ത്, നമ്മൾ ഖബർ സിയാറത്ത് നടത്തണം. ഖബർ സിയാറത്ത് എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറഞ്ഞു വന്നിട്ടുള്ളൊരവസ്ഥ ഉണ്ട്. ഇനി ചെയ്യുന്ന ആളുകൾക്കോ അവർക്ക് ഒരുപാട് അബദ്ധങ്ങളുമുണ്ട്. മനസ്സിലായല്ലോ? അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം മാതാപിതാക്കളുടെയോ ബന്ധുക്കളുടെയോ സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജ്യേഷ്ഠാനുജന്മാരുടെയോ സഹോദരി സഹോദരങ്ങളുടെയോ ഖബറൊന്നും സന്ദർശിക്കാതെ ഏതോ രാജ്യത്തുള്ള എവിടെയോ മരണപ്പെട്ടിട്ടുള്ള മുസ്ലിമാണോ കാഫറാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത ജാറങ്ങളിലും ദർഗകളിലുമൊക്കെയുള്ള അതുപോലെയുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആളുകളുണ്ട്. അത് മഹാ തെറ്റാണ്, ഷിർക്കിലേക്ക് നയിക്കുന്ന സംഭവമാണ്. അവിടെ ചെന്ന് ആ മക്ബറയിൽ കിടക്കുന്ന ശവകുടീരത്തിൽ കിടക്കുന്ന ആളോട് ഇസ്തിഗാസ നടത്തുന്നത്, തവസ്സുൽ ചെയ്യുന്നത് അത് കൊടിയ പാപമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സ്നേഹിതന്മാർ, ഏതൊരു മുസ്ലിമിൻ്റെയും ഖബർ നമുക്ക് സന്ദർശിക്കാം, അതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അൻ ബുറൈദത റളിയല്ലാഹു അൻഹു ഖാല കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുഹും ഇദാ ഖറജു ഇലൽ മഖാബിരി അൻ യഖൂല ഖായിലഹും. ബുറൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾ മക്ബറയിലേക്ക് ഖബർ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ അവരെ പഠിപ്പിക്കുമായിരുന്നു. എന്താ പഠിപ്പിക്കുക? അൻ യഖൂല ഖായിലഹും, അവർ ഓരോ ആളുകളും പ്രാർത്ഥിക്കണം. എന്താണെന്നോ? അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അൻതും ഫറത്നാ വനഹ്നു ലക്കും തബഅ വനസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഇമാം അഹ്മദും ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. എന്താണ് നബി അവരെ പഠിപ്പിക്കാറുണ്ടായിരുന്ന ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഖബറിൻ്റെ അടുത്ത് ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയും, യാസീൻ ഓതിയിട്ട് നേർച്ച നേരും, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയിട്ട് അല്ലാഹുമ്മ ഔസിൽ മിസ്ല മാ ഖറഅനാഹു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതിയതിൻ്റെ അതേ രൂപത്തിലുള്ള പ്രതിഫലം ഈ ഖബറാളിക്ക് നൽകാൻ വേണ്ടി പറയും. അത് ശരിയല്ല. അവിടെ ഖുർആൻ ഓതല്ല വേണ്ട, ദുആ ചെയ്യാൻ വേണ്ടത്. എന്താ ദുആ? അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഖബറിൽ കിടക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വർഷിക്കട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും നിങ്ങളെപ്പോലെ മയ്യത്തായി
നിങ്ങളെപ്പോലെ ഈ ശ്മശാനത്തിലേക്ക് മക്കബറയിലേക്ക് വരുന്നവർ തന്നെയാണ്. അൻതും ഫറത്ന, നിങ്ങൾ ഞങ്ങളുടെ മുമ്പേ പോയി, വനഹനു ലക്കും തബ, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുന്നവരാകുന്നു, ഞങ്ങളും നിങ്ങളെപ്പോലെ മരിക്കുന്നവരാണ്. വനസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ, ഞങ്ങൾക്ക് പുറത്തു തരേണമേ, അതുപോലെ ഇവർക്കും നീ മാപ്പ് നൽകുകയും ഈ മരിച്ചുപോയ ഈ മക്ബറയിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള എല്ലാവർക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് മഗ്ഫിറത്ത് നൽകണമേ, അവർക്ക് മാപ്പ് നൽകണമേ. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സിലായല്ലോ? ഈ പ്രാർത്ഥന പല രൂപത്തിലും വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ എന്നാണ് ഞാൻ ഓതി വെച്ച ആ ഹദീസിലുള്ളത്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ. ഒരു ഹദീസും കൂടെ ഞാൻ വായിക്കാം പ്രിയമുള്ളവർ. എന്താ അറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാലത്ത് അൻ ആയിഷത റളിയല്ലാഹു അൻഹ കാലത്ത് കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലമാ കാന ലൈലതുഹാ യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ ഫയഖൂലു അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഅതാകും മാ തുഅദൂൻ ഗദം മുഅജ്ജലൂൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അല്ലാഹുമ്മഗ്ഫിർ ലി അഹ്ലി ബഖീഇൽ ഗർഖദ്. റവാഹു മുസ്ലിം. ശ്രദ്ധിക്കണം കൂട്ടരെ, ഖബർ സന്ദർശനമൊക്കെ വളരെ കുറച്ച് പോയിട്ടുള്ള, എപ്പോഴെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഖബർ സന്ദർശിക്കുന്ന ആളുകൾ ഈ വചനം ശ്രദ്ധിക്കണം. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ ചെയ്യാറുണ്ടായിരുന്നെന്നോ, കുല്ലമാ കാന ലൈലതുഹാ, ആയിഷ ബീവിയുടെ രാത്രിയാകുന്ന സന്ദർഭങ്ങളിലെല്ലാം, അതായത് പ്രിയമുള്ളവരെ, പ്രവാചകന് കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നല്ലോ, ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു, 8 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഭാര്യമാർക്കും ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നു. അപ്പൊ ആയിഷ ബീവിയുടെ രാത്രികൾ വരുമ്പോൾ കുല്ലമാ കാന ലൈലതുഹാ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച സഹിഹായ ഹദീസാ, എൻ്റെ രാത്രികൾ വരുമ്പോഴെല്ലാം യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ. കൂട്ടരെ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി അവിടുത്തെ ഭാര്യ ആയിഷ ബി പറയാണ്, എനിക്കുള്ള എല്ലാ രാത്രി ദിവസങ്ങളിലും, എൻ്റെ അടുത്ത് നബി ഉണ്ടാകുന്ന എല്ലാ രാത്രി ദിവസങ്ങളിലും അവസാന സമയത്ത് ബഖീഅയിലേക്ക് പുറപ്പെടും. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ വാപ്പയോ അല്ലെങ്കിൽ വല്യുപ്പയോ വല്യമ്മയോ ബന്ധുക്കളോ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ 1-2 തവണ, അല്ലെങ്കിൽ അപൂർവമായിട്ടൊക്കെ ഖബർ സന്ദർശിക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകളൊക്കെ. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, ജുമാക്ക് പോകുമ്പോൾ, ഏതാനും ചില ആളുകൾ ജുമാക്ക് പോകുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരേ സമയത്ത് ഖബർ സിയാറത്ത് നടത്തും. അത് ശരിയല്ല. ഒരേ സമയത്ത് ഒരേ ദിവസം തന്നെ അങ്ങനെ ഖബർ സിയാറത്ത് നടത്തുന്നത് ശരിയല്ല. പതിവായിട്ട് നിശ്ചിതമായൊരു ദിവസത്ത് നിശ്ചിത സമയത്ത് ഖബർ സിയാറത്ത് നടത്തുന്നത് ശരിയല്ല. ഒരിക്കൽ വെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ ഒരിക്കൽ തിങ്കളാഴ്ച, പിന്നെ ഒരിക്കൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച, അങ്ങനെ ദിവസവും സമയമൊക്കെ മാറ്റി നമ്മൾ ഖബർ സന്ദർശിക്കാൻ ശീലിക്കണം. എന്നിട്ട് അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ അടുത്ത് നബി ഉണ്ടാകുന്ന എൻ്റെ എല്ലാ രാത്രി ദിവസങ്ങളിലും ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബഖീഇലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും. മദീനത്ത് നബിയുടെ ആ വീട്, ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ബഖീഇലേക്ക് പുറപ്പെടും രാത്രിയിൽ. എന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ സമൂഹമേ, ഈ ഖബറിൽ കിടക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് റബ്ബിന്റെ സലാമത്ത്, റബ്ബിന്റെ രക്ഷയുണ്ടാകട്ടെ. വഅതാകും മാ തുഅദൂന ഖദം മുഅജ്ജലൂൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് വന്നിരിക്കുന്നു, ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നെത്തുക തന്നെ ചെയ്യും. അല്ലാഹുമ്മ ഗഫിർ ലി അഹ്ലി ബഖീഇൽ ഗർഖദ്, അല്ലാഹുവേ
ഈ ബക്കിയയിൽ കിടക്കുന്ന, ഈ മക്ബറയിൽ കിടക്കുന്ന, ബക്കിയ എന്ന് പറയുന്ന ഈ മക്ബറയിൽ കിടക്കുന്ന എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാമോ? നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ എന്ത് ചെയ്യും? സ്വന്തം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അനുജൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ ബന്ധുക്കളുടെയോ ഒരു പെണ്ണ് കല്യാണം കഴിച്ചവളൊക്കെ ആണെങ്കിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവളുടെ പിന്നെ ഖബറൊന്നും സന്ദർശിക്കാൻ ഉള്ള ഒരു അവസരമില്ല. പിന്നെ എന്താ ഉള്ളത്? ഏറുവാടിയോ മുനമ്പത്തോ അല്ലെങ്കിൽ CM മൗലിയെയോ അതുപോലുള്ള ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുകയാണ് ചെയ്യാറുള്ളത്. അത് ശരിയല്ല. സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം പാടുണ്ടോ എന്നുള്ളത് കേൾക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാലത്ത് ഖുൽതു കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്. ആയിഷ ബീവി പറയുന്നു, ഞാൻ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഖബർ സന്ദർശന വേളയിൽ ഞാൻ എന്താണ് പ്രവാചകരെ പ്രാർത്ഥിക്കേണ്ടത്? കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, ഖബർ സന്ദർശന വേളയിൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാല റസൂലുള്ള പറഞ്ഞു, കൂലി നീ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, അസ്സലാമു അലാ അഹ്ലിദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. നബി ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നീ അവർക്ക് വേണ്ടി, ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താ? അസ്സലാമു അലാ അഹ്ലിദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖദിമീന മിന്നാ വൽ മുസ്തഖിരീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഈ പ്രാർത്ഥന പഠിപ്പിക്കുക പ്രിയമുള്ളവരെ. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സാറൽ ഖുബൂറ യസൂറുഹാ ലിദ്ദുആഇ ലിഅഹ്ലിഹാ വത്തറഹും അലൈഹിം വൽ ഇസ്തിഗ്ഫാർ ലഹും. എന്തിനാണ് ഈ ഖബർ സന്ദർശനം? അത് ആ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അള്ളാഹ്വർക്ക് കരുണ ചൊരിയാനും അള്ളാഹ്വർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും ഒക്കെ നമ്മൾ ദുആ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഖബർ സന്ദർശിക്കുന്നത്. പിന്നെ ഈ സ്ത്രീകൾ ഖബർ സന്ദർശനം എന്ന് പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് ഇതാരൊക്കെ നമ്മൾ പറയുന്നത് മാത്രമല്ല പ്രിയമുള്ളവരെ. റഖസ മാലിക്കുൻ വ ബഅദുൽ അഹ്നാഫി വ റിവായത്തു അൻ അഹ്മദ് വ അക്സറുൽ ഉലമാ ഫീ സിയാറത്തിൻ നിസാഇ ലിൽ ഖുബൂർ. സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാമെന്നുള്ള വിഷയത്തിൽ ഇമാം മാലിക് അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇമാം അഹ്മദ്, അതുപോലെ വ അക്സറുൽ ഉലമാ ഭൂരിഭാഗം പണ്ഡിതന്മാരുമൊക്കെ സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലി ഹദീസ് ആയിഷ ബീവിയുടെ ഹദീസ് പ്രകാരം, ശ്രദ്ധിക്കണം, ആയിഷ ബീവിയുടെ ഹദീസ് പ്രകാരം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കാണ്. എന്താ ഹദീസ് എന്ന് പറയുന്നത്? അന്ന ആയിഷത റളിയല്ലാഹു അൻഹാ അഖ്ബലത് ദാത യൗമിൻ മിനൽ മകാബിർ. മക്ബറയിൽ നിന്നൊരു ദിവസം നബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വരികയായിരുന്നു. ഫഖുൽതു യാ ഉമ്മൽ മുഅ്മിനീൻ, അബ്ദുല്ലാഹ് ബിൻ അബി മുലൈക്ക ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാവേ, മിൻ ഐന അക്ബൽതി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കാലത്ത്, അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മിൻ ഖബ്രി അഖീ അബ്ദുറഹ്മാൻ, എൻ്റെ സഹോദരനായ അബ്ദുറഹ്മാൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്ന്. അപ്പോൾ ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളാണ്. അവർക്ക് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ആങ്ങളുണ്ടായിരുന്നു, ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ആ അബ്ദുറഹ്മാൻ്റെ ഖബർ സന്ദർശിച്ചാണ് ഞാൻ വരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഫഖുൽതു ലഹാ, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അലൈസ കാന നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാറത്തിൽ ഖുബൂർ? ഖാലത്ത് നഅം. അപ്പം ഞാൻ ചോദിച്ചു, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് വിരോധിച്ചിട്ടുണ്ടല്ലോ? കാലത്ത് അപ്പോൾ അവർ പറഞ്ഞു, നഅം, അതേ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. കാന നഹാ അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം വിലക്കിയിരുന്നു.
സുമ്മ അമറ ബിസിയാറത്തിഹാ, പിന്നീട് ഖബർ സന്ദർശിക്കാൻ കൽപ്പിച്ചു. റവാഹുൽ ഹാക്കിം വൽ ബൈഹഖി, ഇമാം ഹാക്കിമും ഇമാം ബൈഹഖിയും ഉദ്ധരിച്ച ഹദീസാണ്. വഖാല ദഹബി റഹിമഹുല്ലാഹ് സഹീഹുൻ, ഇമാം ദഹബി ഈ ഹദീസ് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാം എന്നുള്ളതിന് മറ്റൊരു തെളിവും കൂടെ ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. وفي الصحيحين عن أنس أن رسول الله صلى الله عليه وسلم مر بامرأة عند قبر تبكي على صبي لها. അതായത് ബുഖാരി മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ പോകുകയായിരുന്നു. അപ്പോഴതാ തൻ്റെ ഒരു കുഞ്ഞ് മരണപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയതാ കരയുന്നു. ഫഖാല ലഹാ, അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്തഖില്ലാ വസ്ബിരി, നീ അല്ലാഹനെ സൂക്ഷിക്കണം, ക്ഷമ പാലിക്കണം, ക്ഷമിക്കണം കേട്ടോ, അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. ഫഖാലത്ത് വമാ തുബാലി ബി മുസീബത്തി, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പ്രയാസം നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ലല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. ഫലമ്മാ ദഹബ ഖീല ലഹാ, അങ്ങനെ നബി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവരോട് പറയപ്പെട്ടു, ആ സഹോദരിയോട് പറയപ്പെട്ടു, ഇന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ആ പോയത് ആരാണെന്നറിയുമോ, നിങ്ങളോട് പറഞ്ഞത് ആരാണെന്നറിയുമോ, അത് അള്ളാന്റെ റസൂലാണ്. ഫഅഖദഹാ മിസ്ലൽ മൗത്ത്, അപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്ത വിഷമായി. ഫഅത്തത് ബാബഹു, അവ സ്ത്രീ എന്ത് ചെയ്തു, നബിയുടെ വാതിൽക്കൽ വന്നു, വീടിന്റെ അടുത്ത് വാതിൽക്കൽ വന്നു. ഫലം തജിദ് അലാ ബാബിഹി ബവ്വാബീൻ, ആ സ്ത്രീക്ക് നബിയുടെ വീടിന്റെ മുമ്പിൽ അവിടെ പാറാവുകാരെ, സെക്യൂരിറ്റിക്കാരെ ഒന്നും തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല, ഹാരിസ്മാരെ കാണാൻ കഴിഞ്ഞില്ല. ഫഖാലത്ത് യാ റസൂലല്ലാഹ്, അപ്പോ അവര് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, ലം അഅരിഫുക, എനിക്ക് താങ്കളെ ആ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല, താങ്കളാണ് അള്ളാന്റെ റസൂലാണ്, എന്നോട് ഖബറിന്റെ അരികിൽ നിന്ന് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയാൻ വേണ്ടി പറ്റിയില്ല. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊലാ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ തന്നെ ക്ഷമ കൈകൊള്ളണം. ഇതാണ് നബി പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാം. ആ നബി ആ സ്ത്രീ ഖബർ സന്ദർശിക്കുന്നത് കണ്ടപ്പോൾ അത് വിലക്കിയിട്ടില്ല. എന്താ പറഞ്ഞത്, ക്ഷമിക്ക്, അള്ളാനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുള്ളൂ. എന്നാൽ ചില ആളുകൾക്കൊരു സംശയം, ഇമാം അഹ്മദ്, ഇമാം ഇബ്നു മാജ, ഇമാം തുർമുദിയൊക്കെ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, ലഅനല്ലാഹു സുവ്വാറാത്തിൽ ഖുബൂർ, ഖബറുകൾ നിരന്തരമായി സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സുവ്വാറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ പറയുക, നിരന്തരം സന്ദർശിക്കുന്ന, ധാരാളം സന്ദർശിക്കുന്ന എന്നർത്ഥം. പക്ഷേ ചില ആളുകൾ അതിന് അർത്ഥം വെക്കുമ്പോൾ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് എഴുതാറുണ്ട്. അത് ശരിയല്ല. സുവ്വാർ, സായിറത്ത് പറഞ്ഞാൽ ഖബർ സന്ദർശിക്കുന്നവൾ, സുവ്വാർ എന്ന് പറഞ്ഞാൽ അധികമായി സന്ദർശിക്കുന്ന എന്നാണ്, മനസ്സിലാകണം. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതുകയുണ്ടായി, ഖാലൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു അൽ-ലഅനുൽ മദ്കൂറു ഫിൽ ഹദീസ് ഇന്നമാ ഹുവ ലിൽ മുകസ്സിറാത്തി മിനസ് സിയാറ ലിമാ തഖ്തളിഹി സീഗ മിനൽ മുബാലഗ. കണ്ടോ, ഇവിടെ ഈ ഹദീസിൽ വന്നിട്ടുള്ള ശാപം, ലഅനത്ത്, അതെന്തുകൊണ്ടാ, ഇന്നമാ ഹുവ ലിൽ മുകസ്സിറാത്തി മിനസ് സിയാറ, ധാരാളം ഖബർ സന്ദർശിച്ച നിരന്തരം രാവും പകലും, വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ അങ്ങോട്ട് അങ്ങനെ ഖബർ സന്ദർശിക്കുന്ന, നിരന്തരം ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെയാണ് ഇവിടെ ശപിച്ചിട്ടുള്ളത്. ലിമാ തഖ്തളിഹി സീഗ മിനൽ മുബാലഗ, ഇവിടെ സുവ്വാർ എന്ന് പറയുന്ന ഈ മുബാലകത്തിന്റെ സീഗ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് പറയുന്ന ഈ സംഭവം, അതെന്തുകൊണ്ടാണ്, അത് നിരന്തരം ധാരാളം വർദ്ധിച്ച തോതിൽ ഖബർ സന്ദർശനം നടത്തുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ ലഅനത്ത് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ വല്ലപ്പോഴുമൊക്കെ തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ ഒരു സ്ത്രീ, ഒരു സഹോദരി
ഖബർ സന്ദർശിച്ച ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്താൽ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, അത് അനുവദനീയമാണ് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ് തൽക്കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുവാനും തൗഹീദോടുകൂടെ കറകളെന്ന ഏകദൈവ വിശ്വാസികളായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.